നിരൂപണം. ഒരു കവിത തന്നടിയിൽ ഓയൻ വിയെന്നെഴുതി അധികൃതരെ ഏൽപ്പിച്ചു നിന്നു. അവരരുമ ശിശുവിനെ പോൽ കാവ്യമലരതിനെ അടിമുടി കടാക്ഷിച്ചെടുത്തു. വിവിധതര വ്യാഖ്യാനമാരോപണം ചെയ്തു വിധിയെഴുത്തായി വിദ്വാൻമാർ. കവിതയുടെ ആദ്യാന്ത പാദങ്ങളിൽ വൃഥാ കടമിഴികളെയ്തു പ്രവചിച്ചു. കവിതയതിസുന്ദരം ഭാവനയുദാത്തമാ കരവിരുതപാരം കൃതാർത്ഥം. ബാഹ്യരൂപം വൃത്തഭദ്രമുൾക്കാമ്പിലോ കാവ്യഗുണസോദ്ദേശസാരം. വരികളിൽ അലങ്കാര കുശലം കുശാഗ്രപദനിരകളാ വാക്കുകൾ ശക്തം. അക്ഷരപ്രാസമതിയുക്തം പ്രയോക്തതരമാശയാവിഷ്കാര സജ്ജം. ബഹുമുഖ വിലാസ വിജ്ഞാനപ്രദം മർത്യവിജയ സന്ദേശമീ കാവ്യം. അധിക നാളായില്ലയ കവിത തന്നടിയിലറിയാത്തൊരാൾ പേരുമെഴുതി. അതിനിപുണരാദ്യം നിരൂപിച്ചവർ കയ്യിൽ അതു സമർപ്പിച്ചൊട്ടു നിന്നു. കടലാസിലേക്കു പായിച്ച കൺകൾ മെല്ലെ കവിതന്റെ പേരതിലുടക്കി. ചുളിയുന്ന നെറ്റിയോടലസം മടക്കി അതു തിരികെ നീട്ടി ചോദ്യമായി. ഏതു കോളേജിൽ പ്രൊഫസറല്ലെന്നാകിലേതൊരു വകുപ്പിൽ ഗസറ്റഡ്. ഏതു പത്രത്തിലെ എഡിറ്റർ അതും പോട്ടെ ഏതു കാര്യാലയ ഗുമസ്തൻ. ഏതിലും ജോലിയില്ലല്ലോ ഞാൻ കേവലം കൂലിവേലക്കാരനല്ലോ. വായനയിൽ ചിന്തയിൽ കാവ്യമീമാംസയിൽ ബോധം വിതച്ചു കൊയ്യുന്നു. മറുപടിയിലെന്തോ മഹാപരാധം കണ്ടു മുറുമുറുത്തു പണ്ഡിതാഗ്രൻ. വാനോളമൊരു നാൾ പുകഴ്ത്തിയ കവിത്വം അതിനാകെ അധമത്വം വിധിപ്പൂ. ഇതു കവിതയോ വെറും ചവറാണ്, താങ്കളീ പണിയുപേക്ഷിക്കയതു നന്ന്. കടലാസിനിത്ര വില കയറുമീ കാലത്തു കടമേറ്റി മുടിയുവതു കഷ്ടം. മഷി നഷ്ടമോ പേനമുന തേഞ്ഞതോ മനസ്സു മുഷിയുവതുമൊക്കെ പൊറുക്കാം. ഏറെ വിലയേറുമൻ നേരം അതു പാഴായതേറെ പരദ്രോഹമോർക്കാം. പടിയിറങ്ങിപ്പോരും അളവിലൻപകയിലൊരു പടുതിരി പ്രകാശിച്ചു ചൊല്ലി. പിടിവണ്ടിയിൽ പൂട്ടി ഇവരെ ഊളംപാറ വിടുകയാണത്ര കരണീയം. പിടിവണ്ടിയിൽ പൂട്ടി ഇവരെ ഊളംപാറ വിടുകയാണത്ര കരണീയം.